بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون الله العلي العظيم صدق وبلغ رسوله النبي الكريم അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ദീൻ അത് അൽ ഇസ്ലാം ആണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകളായ നാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണമായി അവിടുന്ന് പറഞ്ഞു, ഇസ്ലാം ഒരു കപ്പൽ പോലെയാണ്. രണ്ട് നിലയുള്ള കപ്പൽ, മേലെ നിലയിലും ആളുകളുണ്ട്. എന്താണ് ആശയം? നമ്മൾ കുറെ ദിവസമായില്ലേ ഈ കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ഈ മേലെ പോയി വെള്ളമെടുത്തു കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? നമുക്കെന്തുകൊണ്ട് താഴെ നിലയിലുള്ള നമുക്കെന്തുകൊണ്ട് നമ്മുടെ സമീപത്ത് നിന്ന് വെള്ളം സ്വന്തമായി എടുത്തുകൂടാ? ഈ മേലെ നിലയുള്ളവരെ നമ്മൾ എന്താ ആശ്രയിക്കണം? മേലെ നിലയിലുള്ളവരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് വെള്ളം എടുത്തുകൊണ്ടുവരണം എന്നവർ തീരുമാനിച്ചു. അതിന് ഒരു വിരുദ്ധൻ ഒരു വഴിയും കണ്ടെത്തി. എന്താണ് വഴി? നാം വെള്ളത്തിന് വേണ്ടി മേലെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കപ്പലിന്റെ നേരെ ചുവടെ ധാരാളം വെള്ളമുണ്ട്. കടലിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ഈ കപ്പലിന്റെ വെള്ളവുമായി അടുത്തു നിൽക്കുന്ന ഒരു പലക, ആ പലകക്കൊരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ വെള്ളവും അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല, വെള്ളം നമ്മയും അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഈ കപ്പലിന്റെ പലകക്കൊരു ചെറിയ ദ്വാരമുണ്ടാക്കാം എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചു. അത് ചിന്തിച്ചപ്പോൾ കുറച്ചാളുകൾ അതെന്തേ അദ്ദേഹം പറയുന്നതും കുറച്ചൊക്കെ ശരിയല്ലേ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കൂടെ അനുകൂലിക്കാൻ നിന്നു. അപ്പോൾ നേരത്തെ മേലെ നിലയിൽ പോയി വെള്ളം എടുത്തുകൊണ്ടുവന്ന് അല്പം വിഷമിച്ചാലും ബുദ്ധിമുട്ടിയാലും മേലെ നിലയിൽ ജീവിക്കുന്നവരെ നമ്മളങ്ങ് ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുമായി സഹകരിക്കുകയും ചെയ്താലും നമുക്ക് ആ പഴയ കാലത്ത് വെള്ളമെടുക്കുന്നത് പോലെ തന്നെ എടുക്കുന്നതാണ് ഈ കപ്പലിനും ഈ കപ്പലിലെ യാത്രക്കാർക്കും സുരക്ഷിതത്വത്തിന് ഏറ്റവും ഗുണകരമായത് എന്ന് ചിന്തിക്കുന്ന
താഴെ നിലയിലുള്ള ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ, മോനെ അരുത്, ഈ കപ്പലിന് നീ ഒരു ദ്വാരമുണ്ടാക്കിയാൽ ആ വെള്ളം ആ ദ്വാരത്തിലൂടെ കടന്നു വന്ന് വെള്ളം കൂടിക്കൂടി ഈ കപ്പലും കപ്പലിലുള്ള മുഴുവനും നശിച്ചു പോകാനും കടലിൽ മുങ്ങിപ്പോകാനും ഇത് കാരണമാകും എന്ന് ഈ കപ്പലിലെ താഴെ നിലയിൽ ജീവിച്ചു പോകുന്ന തന്റെ ഇടമുള്ള വിവരമുള്ള ബുദ്ധിയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഈ കപ്പലിൽ ഏത് കക്ഷിയുടെ സമീപത്താണ് സത്യം നിലകൊള്ളുന്നത്? ആരുടെ അടുക്കലാണ് നീതി നിലകൊള്ളുന്നത്? ആരുടെ അടുക്കലാണ് ശരിയായ ആശയം നിലനിൽക്കുന്നത്? ആരാണ് ഈ കപ്പലിന്റെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നത്? ആരാണ് ഈ കപ്പലിലെ യാത്രക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത്? ബുദ്ധിയും വിവരവുമുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഈ കപ്പലിൽ ദ്വാരമുണ്ടാക്കുന്നവർ ഈ കപ്പലിന് അറിഞ്ഞോ അറിയാതെയോ ഈ കപ്പലിലെ അവരടക്കം ഉള്ള ഈ കപ്പൽ മുങ്ങിപ്പോകാനുള്ള പ്രവണതയാണ്, അതിനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കക്ഷികൾക്കെതിരെ ഒന്നും മിണ്ടരുത് എന്ന് പറയുന്നവരോ, ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽ ശരിയായിരിക്കാം, പക്ഷേ ബുദ്ധിയുള്ളവന്റെ അടുക്കൽ അത് ശരിയല്ല. മറിച്ച് അങ്ങനെ ഓരോരുത്തരും അത് നോക്കി നിന്നാൽ ഈ കപ്പലിന് ഉണ്ടാക്കുന്ന ദ്വാരത്തിലൂടെ കടക്കുന്ന വെള്ളം മുഖേന ഈ കപ്പൽ അറിയാതെ അതാ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോകും. അപ്പോൾ കൈകടിച്ചതുകൊണ്ട് പ്രയോജനം ഇല്ല. അതിനാൽ നിർബന്ധമായും കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നവരുടെ കൈപിടിച്ചു വെക്കണം, അഥവാ അവരെ അതിൽ നിന്ന് തടയാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകണം. അവർക്ക് ഉപദേശം നൽകി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇതാണ് വാസ്തവത്തിൽ ഈ കപ്പലിന്റെ സംരക്ഷണം ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്. ഇതുപോലെയാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ പരിശുദ്ധ ഇസ്ലാം അത് ഇവിടെ പരിപൂർണമായ നിലക്ക് അവതരിച്ച് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്താണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്. എല്ലാവർക്കും അറിയാം, സ്വന്തം നാട്ടിൽ നിന്ന് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച് ഒരു കക്ഷിക്കും ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയാത്ത വിധം പരിപൂർണമായി സത്യസന്ധമായി ജീവിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അക്രമം ചെയ്യരുത്, അനീതി കാണിക്കരുത്, നിങ്ങൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ചൂതാട്ടം നടത്തരുത്, നിങ്ങൾ കച്ചവടങ്ങളിലും അല്ലാതെയും വഞ്ചന നടത്തരുത്, നിങ്ങൾ വാക്ക് ലംഘിക്കരുത്, നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കരുത്, നിങ്ങൾ അയൽവാസികൾ തമ്മിൽ പിണങ്ങരുത്, നിങ്ങൾ പ്രായമുള്ളവരെ അവഗണിക്കരുത്, നിങ്ങൾ കുട്ടികളോട് ക്രൂരത കാണിക്കരുത്, നിങ്ങൾ ഭാര്യമാരോട് അനീതി കാണിക്കരുത്, നിങ്ങൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്. ഇങ്ങനെ തുടങ്ങി സത്യത്തിന്റെയും നീതിയുടെയും ആശയങ്ങൾ ഓരോന്നോരോന്നായി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും തുടങ്ങിയപ്പോൾ ഈ ലോകം മുഴുക്കയും സൃഷ്ടിക്കുന്ന അല്ലാഹു, സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആ അല്ലാഹു പറഞ്ഞിട്ടുള്ള ദൂതനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾ ചെവിക്കൊള്ളണം, ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഈ ആശയങ്ങൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ശക്തിയായ എതിർപ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുണ്ടായി. അത് ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷത്തോളം പ്രബോധന പ്രവർത്തനങ്ങൾ ജന്മനാടായ മക്കയിൽ നടത്തിയതിനു ശേഷം ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ ശത്രുക്കൾ ചട്ടം കെട്ടി മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് രാത്രിയിൽ വന്ന് വളഞ്ഞപ്പോൾ ആ വീട് വളഞ്ഞ ശത്രുക്കളുടെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിയത് കുപ്പിച്ചില്ലും എടുത്തുകൊണ്ടല്ല, പീരങ്കിയും കയ്യിൽ പിടിച്ചുകൊണ്ടല്ല, വാളെടുത്തുകൊണ്ടല്ല,
അവരെ തുരത്തിയത് യാസീൻ ഓതിയിട്ടാണ്. എങ്ങനെയാണ് തുരത്തിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതും സൂറത്ത് യാസീനിൽ നിന്ന് ഓതി. സൂറത്ത് യാസീൻ ഒരു സാധാരണ സൂറത്തല്ല. ആ സൂറത്ത് ഏതൊരു ലക്ഷ്യം വെച്ച് ഓതിയോ അതിന് ഫലം കാണുമെന്ന് പലരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്ത് യാസീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി. മൻ ഖറഅ സൂറത്ത യാസീൻ കതബല്ലാഹു ലഹു ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. ഒരു യാസീൻ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അത്രയും മഹത്വമുണ്ട് സൂറത്ത് യാസീൻ. അതുകൊണ്ടാണ് നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ നമ്മോടെപ്പോഴും യാസീൻ സൂറത്ത് ഓതാൻ പറയും. സഹോദരന്മാരെ, നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമായതൊന്നും പഠിപ്പിക്കാതിരുന്നിട്ടില്ല. നമുക്ക് ഗുണകരമായതൊന്നും അവർ അതാ കൈയൊഴിച്ചിട്ടില്ല. ദുഷിച്ചതൊന്നും നമുക്ക് നടപ്പാക്കി തന്നിട്ടില്ല. ആ മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? നിങ്ങൾ ദുആ നടത്തുമ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഇവിടെയും ദുആ നടന്നത് അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? അതെ, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിയാണല്ലോ. പക്ഷേ നിങ്ങൾ കാണുകയില്ല, സുന്നി അല്ലാത്തവന്റെ ഒരു പരിപാടിയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടൊരു പ്രാർത്ഥന കാണില്ല. അവര് സാധാരണ പറയാറുള്ളത് മുഹീദ്ദീൻ മാല പാടില്ലെന്നാണ്, മങ്കൂസ് മൗലിദ് ശിർക്കാണെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് മങ്കൂസ് മൗലിദിനെ കുറിച്ചല്ല. ഞാനിപ്പോൾ പറയുന്നത് അതേ മുഹീദ്ദീൻ മൗലിദിനെ കുറിച്ചല്ല. ഞാനിപ്പോൾ പറയുന്നത് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ. അത് കൈയൊഴിച്ചുകൊണ്ട് മുസ്ലിമിനൊരു ഇസ്ലാമുണ്ടോ? ആ സൂറത്തുൽ ഫാത്തിഹ ഓതി പ്രാർത്ഥിക്കുന്ന പതിവ് നമ്മുടെ നാടുകളിലില്ലേ? എന്തേ മുജാഹിദിന്റെ സ്റ്റേജുകളിൽ അത് കാണാത്തത്? എന്തേ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റേജുകളിൽ അത് കാണാത്തത്? സൂറത്തുൽ ഫാത്തിഹയിൽ ശിർക്കുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയിൽ ബിദ്അത്തുണ്ടോ? അതെ, എന്തേ മുസ്ലിയാരെ നിങ്ങൾ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ മറുപടി, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരം ഉണ്ട്. അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യുൻ ഖബ്ലക. സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ് വഖവാതിമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നൊരക്ഷരമെങ്കിലും ഓതിയിട്ട് പ്രാർത്ഥിച്ചാൽ, അൽ ബഖറയുടെ അവസാനത്തിൽ നിന്ന് ഓതിയിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം മലക്ക് വന്ന് പഠിപ്പിച്ച വിവരം അല്ലാഹുവിന്റെ റസൂൽ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്. പക്ഷേ പുതിയ ആശയക്കാർക്കത് പറ്റുന്നില്ല. കാരണം ഇസ്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർ തയ്യാറില്ല. എന്നാൽ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ പോകാം. സൂറത്തു യാസീൻ, ആ യാസീൻ ഓതിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നു. കയ്യിൽ ഒരൽപ്പം പൊടിമണ്ണ് വാരി കയ്യിൽ പിടിക്കുന്നു. അതേ വലിയ ഉരുളൻ കല്ലല്ല, പിന്നെയോ അതേ വേറെ എന്തെങ്കിലും അപകടം വരുത്തുന്ന വസ്തുവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊടിമണ്ണ് മണല് വാരി കയ്യിൽ പിടിക്കുന്നു. ആ മണല് വാരിയിട്ട് ശത്രുക്കളുടെ തലയിലേക്ക് എറിയുന്നു. കണ്ണിലേക്കല്ല, തലയിലേക്ക് എറിയുന്നു. അതേ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുക്കളോട് കാരുണ്യം കാണിക്കുന്ന നേതാവ് പൊടിമണ്ണ് വാരി ഇറങ്ങിയപ്പോ അതേ എല്ലാവരും ഒരൽപ്പമങ്ങ് മയങ്ങിപ്പോയി. അതേ സമാധാനപരമായ അന്തരീക്ഷത്തിൽ
ധൈര്യത്തോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ഇതെന്തൊരു കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. ഡെൻമാർക്കിലെ ഒരു പത്രം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്രൂരനായി ചിത്രീകരിക്കാൻ വേണ്ടി പേനയെടുത്തിട്ട് 2 വര വരച്ചാൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു പോയെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലല്ലേ. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുന്നു. അതാ വാളും പിടിച്ച് സുറാഖത്ത് വീണ്ടും തലവെട്ടാൻ വരുന്നു. ആ വരുന്ന വരവ് കണ്ടപ്പോ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് പഠിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അതിനേക്കാൾ വലിയൊരു തൗഹീദ് അറിയുന്ന ഒരു നേതാവ് ഈ സമുദായത്തിൽ വേറെ ഇല്ല സഹോദരന്മാരെ. അതിനേക്കാൾ ഖുർആൻ അറിയുന്നൊരു നേതാവ്, അവരെക്കാൾ അള്ളാഹു തൃപ്തിപ്പെട്ടൊരു നേതാവ്, അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചൊരു നേതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മേലെ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുന്നില്ല. ആ നേതാവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുവായ സുറാഖത്ത് വാളും പിടിച്ചു വരുന്നത് കണ്ടപ്പോ എന്താണ് ചെയ്തത്? നമ്മുടെ മുജാഹിദിന്റെ ഭാഷയിൽ ചെയ്യേണ്ടത് എന്താണ്? മുജാഹിദിന്റെ ഭാഷയിൽ അപ്പോൾ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താണ്. അള്ളാഹുവിനെ മാത്രമേ വിഷമമുള്ള സമയത്ത് വിളിക്കാവൂ, പറയാവൂ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തുപോയ മുശ്രിക്കാണെന്നാണ് മുജാഹിദ് മൗലവിമാരുടെ വാദം, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാരുടെ വാദം. എന്നാ സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് ശത്രു കുതിരപ്പുറത്ത് സമീപത്തെത്തിയപ്പോ വിളിച്ചത് ആരെയാണ്? സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ, സഹീഹ് മുസ്ലിം മറിച്ചു നോക്കൂ. സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് ആരെയാണ്? ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ആരെയാ വിളിക്കുന്നത്? വിളിക്കുന്നത് അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ അല്ലാഹു തആല നിശ്ചയിച്ച ഏറ്റവും വലിയ മധ്യവർത്തി ഉണ്ടല്ലോ, ആ മധ്യവർത്തിയല്ലേ അഫ്ളലുൽ വസായിത് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം നമുക്ക് എത്തിച്ചു തരാൻ അല്ലാഹു നിശ്ചയിച്ച മധ്യവർത്തി, അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓതിത്തരാൻ അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തി, നമുക്ക് സ്വർഗം തുറന്നു തരാൻ വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ച മധ്യവർത്തി, നമുക്ക് അള്ളാഹു തആല നമ്മെ മഹ്ശറയിൽ വെച്ച് വിചാരണക്കെടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തി, നമുക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കാൻ, എല്ലാ നാശവും തടുക്കാൻ അള്ളാഹു തആല നിശ്ചയിച്ച മധ്യവർത്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ലഹിഖദ് ലഹിഖ ബിനാ ലാഹിഖ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ശത്രു എത്തിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സങ്കടം പറയുന്നു. അല്ലാഹുവിനെ വിളിച്ച് എപ്പോഴും സങ്കടം പറയുന്നവരാണ് സുന്നികൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ വിളിച്ച് സങ്കടം പറയുന്ന ആളാണ്. പക്ഷെ ഈ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചത് റസൂലുള്ളാഹിനെയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു? മുജാഹിദിന്റെ ഭാഷയിലാണെങ്കിൽ പറയേണ്ടത്, അബൂബക്കറെ, നമ്മൾ ഇതൊക്കെ സഹിക്കുന്നത് എന്തിനാ? ഇതൊക്കെ സഹിക്കുന്നത് ഈ വിളി ഇല്ലാതാക്കാനല്ലേ? പിന്നെയും ഇപ്പോലെ നോക്കലും ഇത് തന്നെ വിളിക്കുന്നത്, അവരെ ഞാൻ രാജിവെക്കാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു. ഭയപ്പെടണ്ട,
ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറേ. അല്ലാഹ് കൂടെയുണ്ടെന്ന് പറഞ്ഞാലോ അല്ലാഹു സ്ഥലകാലതീതനല്ലേ? അല്ലാഹു ഒരു പ്രത്യേക സ്ഥലത്തുണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ. എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാനും നിവൃത്തിയില്ലല്ലോ. കാരണം സ്ഥലങ്ങളെയൊക്കെ അല്ലാഹ് പടച്ചതാണല്ലോ. അതൊക്കെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ടല്ലോ. അതുണ്ടാക്കിയതിന് ശേഷം പിന്നെ അള്ളാഹുവിനൊരു മാറ്റം ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനൊരിക്കലും മാറ്റമില്ല. സ്ഥലങ്ങൾ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. അന്നും അള്ളാഹുവിന് ആകാശത്തിന്റെ ആവശ്യമില്ല, ഭൂമിയുടെ ആവശ്യമില്ല, അർശിന്റെ ആവശ്യമില്ല, കുർസിയുടെ ആവശ്യമില്ല. അള്ളാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചത് ആവശ്യമുണ്ടായിട്ടല്ല, അവൻ അവന്റെ ഉദ്ദേശപൂർവം പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തുമല്ലാത്ത റബ്ബ് ശേഷവും ഒരു സ്ഥലത്തുമല്ല. അള്ളാഹുവിന് മാറ്റമില്ല. പിന്നെ അല്ലാഹ് നമ്മുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആർക്കും മനസ്സിലാകും. അയാളോട് നമ്മൾ കളിച്ചാൽ നടക്കൂല. കാരണം പ്രധാനമന്ത്രി അയാളെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒരു കസേരയിൽ ഇരിക്കും എന്നല്ല. ഇതുപോലെ അയാളോട് കളിച്ചാൽ നടക്കൂല. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അയാളെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും ഇവരും കിടക്കുന്നത് ഒരു സ്ഥലത്താണെന്നല്ല. മന്ത്രി അയാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, മറിച്ച് എല്ലാവർക്കും അറിയാം അവരുടെ സഹായമുണ്ടെന്നാണ്. ഇതുപോലെ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളെ കൂടെയുണ്ടേ അബൂബക്കറേ. അല്ലാഹയല്ലാതെ സഹായിക്കുന്നവനില്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹകീം. ഞാൻ ഈ അടുത്ത് മംഗലാപുരത്തിനടുത്ത് മഞ്ചേശ്വരത്ത് വെച്ച് നടത്തിയ വാദപ്രതിവാദത്തിലും മുജാഹിദുമായി ഇടമുട്ടത്ത് വെച്ച് നടത്തിയ സംവാദം, ഇടയ്ക്ക് മുട്ടിയതാണ് ആ സംവാദം. കാരണം അത് ഇടമുട്ടത്തായിരുന്നു. മുട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആ സംവാദ കേസറ്റ് കേൾക്കുമ്പോൾ അറിയാം. മൗലവി നിങ്ങളെ ഈ ഭാഗത്തുള്ള ഒരു സഖാഫിയുടെ പുസ്തകം കട്ടുവായിച്ചു. ഞാനത് പിടിച്ചു, ബാക്കി വായിച്ചു കൊടുക്കണമെന്ന് മുജാഹിദിന്റെ മധ്യസ്ഥൻ ആവശ്യപ്പെട്ടു. പക്ഷേ മൗലവി തയ്യാറായില്ല. അങ്ങനെ ഇടമുട്ടത്തെ സംവാദം ഇടയ്ക്ക് മുട്ടി. നിങ്ങൾക്കത് സംവാദ കേസറ്റ് കേൾക്കുമ്പോൾ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് സർവ്വ സംവാദത്തിലും ഞാൻ ഈ ആയത്തോതിയിരുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹകീം. സഹായം അല്ലാഹുവിങ്കൽ നിന്ന് അല്ലാതെ ഇല്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. മുഴുവൻ സഹായവും അല്ലാഹുവിങ്കൽ നിന്നാണ്. പക്ഷെ അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലും പറയലും. അതുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത്, നബിയോട് സങ്കടം പറഞ്ഞത് അള്ളാന്റെ സഹായം കിട്ടാനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളെ കൂടെയുണ്ടേ അബൂബക്കറേ. അതാ സുറാഖത്തിന്റെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. വാളും പിടിച്ചു വരുന്ന സുറാഖത്തിന്റെ കുതിരയുടെ കാല് താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ. സുറാഖത്തിനും ബോധ്യപ്പെടുന്നു മുഹമ്മദ് നബിയെ വിളിക്കലേ രക്ഷയുള്ളൂ. സുറാഖത്തും വിളിക്കുന്നു, മുഹമ്മദേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഇത് നിങ്ങളെ പണിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴെന്ത് പറഞ്ഞു? അത് ശിർക്കാണ് എന്ന് പറഞ്ഞോ? ഇല്ല. സുറാഖത്ത് പണ്ട് പല ശിർക്കും ചെയ്തിട്ടുണ്ടാകാം. നബിയെ വിളിച്ചത് ശിർക്കല്ല. സുറാഖത്തിനെ വിട്ടുകൊടുക്കാൻ ഭൂമിക്കഥാ ഓർഡർ ലഭിക്കുന്നു. സുറാഖത്തിന്റെ വാഹനത്തിന്റെ കാലതാ രക്ഷപ്പെടുന്നു. സുറാഖത്ത് രക്ഷപ്പെടുന്നു. അതാ കൊല്ലാൻ വേണ്ടി പിന്നാലെ വന്ന ശത്രുവിനെയും രക്ഷപ്പെടുത്തിയ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പരിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു. ആ പൂർത്തീകരണമല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നു എന്ന് അല്ലാഹു ആയത്തിറക്കുന്നു. ആ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി ആ ഇസ്ലാമിനെ വിട്ടുകൊണ്ട്, ഈ സമാധാനത്തിന്റെ സന്ദേശം വിട്ടുകൊണ്ട്, ഈ സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയം വിട്ടുകൊണ്ട്, അതേ മഹാന്മാരെ ആദരിക്കണമെന്ന് പറയുന്ന ഈ ആശയം വിട്ടുകൊണ്ട്, അല്ലാഹുവിനെ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ആശയം വിട്ടുകൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലൊരു മനുഷ്യനല്ല, മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല എന്ന് പഠിപ്പിക്കുന്ന ആശയം വിട്ടുകൊണ്ട് നിങ്ങളാരും തന്നെ മറ്റൊന്നിലേക്ക് പോകരുത് കേട്ടോ. പോയാലോ നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല, പോയവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. ആ പരിശുദ്ധ ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച് പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാം സഹോദരന്മാരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തും വന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. ആരാണ് പ്രചരിപ്പിച്ചത് നമുക്കറിയാമല്ലോ. ആരാണ് പ്രചരിപ്പിച്ചത്? പൂർവീകരായ മഹാന്മാർ. അവരിവിടെ വരുമ്പോൾ ഇവിടെ ആരുണ്ട്? സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല. അവര് വരുമ്പോൾ അതേ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ആളില്ല, വെള്ളം കൊടുക്കാൻ ആളില്ല, സ്റ്റേജ് ഒരുക്കാൻ ആളില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല. ഇന്ത്യയിലുള്ളത് മുഴുവനും അമുസ്ലിം സഹോദരന്മാർ. അവരുടെ അടുക്കലേക്ക് അവരെന്തിനു വന്നു? ഈ രാജ്യത്ത് വന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു. വന്നപ്പോൾ അവരെ കയ്യിൽ ഇന്നത്തതുപോലെ ആധുനിക സജ്ജീകരണങ്ങളുണ്ടോ? കപ്പൽ യാത്രയാണ്, പക്ഷേ എഞ്ചിൻ ഘടിപ്പിച്ച കപ്പലല്ല. അവിടെ ഫ്രിഡ്ജുകളില്ല, തണുത്തതോ ചൂടുള്ളതോ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. ടോർച്ച് കയ്യിൽ പിടിക്കാൻ അന്ന് ടോർച്ചില്ല, ഇലക്ട്രിക് സംവിധാനങ്ങളൊന്നുമില്ല. തിരിവിളക്കും കത്തിച്ച് വെച്ച് ഈ തിരമാലകളെ ഭേദിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കടലിനോട് മല്ലടിച്ചുകൊണ്ട് പായക്കപ്പലിൽ കയറി വന്നിട്ട് ആ മഹാന്മാർ ഇവിടെ പള്ളി നിർമ്മിച്ചു. പള്ളി നിർമ്മിക്കാൻ അവരെ ആര് സഹായിച്ചു? ഈ രാജ്യത്തെ ഹിന്ദുക്കൾ സഹായിച്ചു, ഈ രാജ്യത്തെ മറ്റ് മതക്കാര് സഹായിച്ചു. കാരണം ആ വന്ന മഹാന്മാർ ആത്മീയ നേതാക്കളാണ്. അവര് ഭീകരവാദികളല്ല, അവരിവിടെ ബോംബ് നിർമ്മിക്കുന്നവരല്ല, അവരുടെ വാള് കയ്യിൽ പിടിച്ചു വന്നവരല്ല. അവരൊന്ന് ഊതിക്കൊടുത്താൽ രോഗം മാറുകയാണ്, വിഷം ഇറങ്ങിപ്പോവുകയാണ്. അവരൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ മഴ കിട്ടുകയാണ്. അവരെ മുഖമൊന്ന് കണ്ടാൽ തന്നെ എന്തൊരു പ്രകാശമാണ്, അവരെ കണ്ടാൽ തന്നെ എന്തൊരു സന്തോഷമാണ്. ആ മഹാന്മാർ അവരെ സർവമതക്കാരും ആദരിച്ചു ബഹുമാനിച്ചു. അവരുടെ പള്ളി നിർമ്മിച്ചു. ആ പള്ളികളിലേക്ക് അവർ അതാ ബാങ്ക് വിളിച്ചുകൊണ്ട് ജനങ്ങളെ ക്ഷണിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരല്ലേ തൗഹീദിന്റെ കലിമത്ത് ഇവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞവർ. അവരല്ലേ ഹയ്യ അലസ്സലാഹ് നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചവർ. ആ മഹാന്മാർ ഇവിടെ നിർമ്മിച്ച പള്ളികളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പഠിപ്പിച്ചു. അവരതാ സഹോദരന്മാരെ ഗോതമ്പായിരുന്നു അവരെ നാട്ടിൽ വെച്ച് ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഗോതമ്പ് തന്നെ കൊടുക്കണമെന്ന് അവര് വാശി പിടിച്ചില്ല. അതേ സമയത്ത് പള്ളിയിലെ ബാങ്ക് അവരെ നാട്ടിൽ നടക്കുന്ന അറബിയിലാണ് കൊടുത്തത്. ഇവിടെ എത്തിയപ്പോൾ അത് അറബിയിൽ കൊടുക്കണമെന്ന് അവർക്ക് വാശിയാണ്.
നേരെ മറിച്ച് ഫിത്ർ സക്കാത്ത് അരി കൊടുക്കുന്നതിന് അവർക്ക് വിരോധമില്ല. ബാങ്ക് അറബിയിൽ തന്നെയാകണം, നിസ്കാരം അറബിയിൽ തന്നെയാകണം, ഖുതുബ അറബിയിൽ തന്നെയാകണം. അതിനവർക്ക് നിർബന്ധമാണ്. കാരണം ബാങ്ക് ദിക്റാണ്, ഖുതുബ ദിക്റാണ്. അതുപോലെ നിസ്കാരത്തിലുള്ള ദിക്റുകൾ, നിസ്കാരത്തിന് പുറത്തുള്ള ദിക്റുകൾ അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ മാറ്റം വരുത്താതെ ചെയ്യണമെന്നവർക്ക് നിർബന്ധമാണ്. പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ ഒന്നും കടത്തിക്കൂട്ടിക്കൂടാ, ഉള്ളതൊന്നും തന്നെ മാറ്റം വരുത്തിക്കൂടാ. അതുകൊണ്ട് തന്നെ അവര് പഠിച്ചു വന്നതനുസരിച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന് ഭക്ഷ്യധാന്യം എന്നതാണ് അവിടുത്തെ പ്രശ്നം. അതാത് നാട്ടിലെ ഭക്ഷ്യധാന്യം മതി. അതേസമയത്ത് ദിക്ർ അങ്ങനെയല്ല. ദിക്ർ അതാത് നാടുകളിലുള്ളതുപോലെ ചെയ്തുകൂടാ. ദിക്ർ എന്നാണ് ഖുതുബയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ പോകേണ്ടത് ദിക്റിലേക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദിക്റിന്റെ ഭാഷ മാറ്റിക്കൂടാ. അതുകൊണ്ട് അവർ അറബിയിൽ തന്നെ ബാങ്കും ഇഖാമത്തും ഖുതുബയും നിസ്കാരവും പഠിപ്പിച്ചു. ആ മഹാന്മാർക്കറിയാം പള്ളിയിൽ ആരാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ജുമഅ വന്ന് പഠിപ്പിച്ച ആ മഹാന്മാർ സ്ത്രീകളെ പള്ളിയിലേക്ക് ജുമഅക്ക് വിളിച്ചില്ല. പുരുഷന്മാരെ വിളിച്ച സഹാബത്ത് സ്ത്രീകളെ വിളിച്ചില്ല. കാരണം അവർ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ചതാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. അല്ലാഹുവിന്റെ റസൂല് ഖൈറാണെന്ന് പഠിപ്പിച്ചത് മാറ്റി തിരുത്താൻ ഇവിടെ ആർക്കും അധികാരം. അതുകൊണ്ട് സ്ത്രീകളെ അവര് പള്ളിയിലേക്ക് വിളിച്ചില്ല. ഖുർആനും സ്ത്രീകളോട് പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംനസ്സലാ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ് നിസ്കരിക്കണമെന്നാണ് സ്ത്രീകളോട് നിർദ്ദേശം. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അവര് പള്ളിയിലേക്ക് വിളിച്ചില്ല. ആ മഹാന്മാര് മക്കയിലും മദീനയിലും നടക്കുന്ന തറാവീഹ് കണ്ടവരാണ്. അത് 20 റക്അത്താണ്. അവര് സ്ഥാപിച്ച കൊടുങ്ങല്ലൂർ പള്ളിയിലും കൊല്ലം പള്ളിയിലും ധർമ്മടം പള്ളിയിലും ശ്രീകണ്ഠപുരം പള്ളിയിലും മാടായി പള്ളിയിലും കാസർഗോഡ് പള്ളിയിലും അവര് നിർമ്മിച്ച പള്ളികളിലെല്ലാം 20 റക്അത്ത് തറാവീഹ് മക്ക മദീനയിൽ നടക്കുന്നത് പോലെ തന്നെ അവരിവിടെ സ്ഥാപിച്ചു. സഹോദരന്മാരെ, അവര് പഠിച്ചത് അതേ നിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് പ്രയോഗവൽക്കരിച്ച് നമ്മിലേക്ക് പ്രബോധനം ചെയ്തു. ആ മഹാന്മാര് പഠിപ്പിച്ച ദീൻ മുറുകെ പിടിച്ച് ഈ രാജ്യത്തുള്ള ജനങ്ങൾ അവരെ പിന്തുടർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ഞാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഉദാഹരണത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ആ മേലെ നിലയിലുള്ള ആ മഹാന്മാര് സഞ്ചരിച്ച ആ നിലയിലാണ് വെള്ളമുള്ളത്, അഥവാ മതത്തിന്റെ വിജ്ഞാനമുള്ളത്. ആ വിജ്ഞാനം നുകർന്ന് പകർന്നു വന്ന് അതെടുത്തിങ്ങനെ താഴെ നിലയിലുള്ള നമ്മൾ ഇസ്ലാമാകുന്ന കപ്പലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടര് വന്നിട്ട് പറയുന്ന ആ മേലെ നിലയിലുള്ള വെള്ളം നമുക്ക് വേണ്ട. ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവര് കാണിച്ചു തന്ന അറബിയിലുള്ള ഖുതുബ വേണ്ട, അവര് പഠിപ്പിച്ച 20 റക്അത്ത് തറാവീഹ് വേണ്ട, അവര് പഠിപ്പിച്ച ജുമഅന്റെ 2 ബാങ്ക് വേണ്ട, അവരിവിടെ പഠിപ്പിച്ച അറബിയിലുള്ള ഖുതുബ വേണ്ട, അവരിവിടെ പഠിപ്പിച്ച ഫാത്തിഹ വേണ്ട, അവരിവിടെ പഠിപ്പിച്ച മതം ഇവിടെ വേണ്ട. ഞങ്ങളെ മൗലവിമാര് ദ്വാരമുണ്ടാക്കുകയാണ്. ആദ്യം തന്നെ മുറിക്കുന്നത് തറാവീഹിന്റെ 12 പലകയാണ്. തറാവീഹിന്റെ 12 പലക മുറിക്കുകയാണ്. ജുമഅയുടെ 2 ബാങ്കിൽ നിന്ന് 1 ബാങ്കിന്റെ പലക മുറിക്കുകയാണ്. അതേ ഖുതുബയുടെ ഭാഷ മാറ്റിയിട്ട് പലകക്ക് പകരം കടലാസ് വെക്കുകയാണ്. കപ്പല് നശിപ്പിക്കുകയാണ്. ഈ കപ്പല് നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആരും മിണ്ടാതെ ബാങ്ക് എത്രയായാലെന്താ, ഖുതുബ എന്തായാലെന്താ, ഫാത്തിഹ ഓതിയില്ലെങ്കിൽ എന്താ, തറാവീഹ് നിസ്കരിച്ചില്ലെങ്കിൽ എന്താ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമാകുന്ന കപ്പൽ ഇവിടെ നിൽക്കുമോ? ഈ കപ്പൽ തകരുകയില്ലേ?
അതിന്റെ തകർച്ച നിങ്ങൾ കണ്ടില്ലേ? മുൻഗാമികളെ പിന്തുടരാതെ, മുൻഗാമികളായ ഇമാമിങ്ങളെ പിന്തുടരാതെ സ്വന്തം മതം പറയാൻ ഇറങ്ങിയിട്ട് ഇപ്പോഴെവിടെയെത്തി? പലക ഒരാൾക്ക് പറിച്ചു കൂടുന്നുണ്ടോ? അടുത്ത് നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ ഒരു കൂട്ടർ ചേലാകർമ്മം വിരോധിക്കണം. എന്റെ അടുക്കലുണ്ട് മാധ്യമം പത്രം. ഒരാൾ പറയുന്നു ചേലാകർമ്മം വിരോധിക്കണം. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. സന്തോഷമായത് എന്തുകൊണ്ടാണ്? സന്തോഷമായത് ഇവര് ചേലാകർമ്മം നടത്താതിരുന്ന നമുക്കൊരു ഉപകാരമുണ്ട്. കാരണം നമ്മളെ മൈതാനിയിൽ വരൂലല്ലോ, നമ്മളെ ഖബർസ്ഥാനിയിൽ ഈ സാധനം എത്തൂലല്ലോ. എവിടെന്നെങ്കിലും ജീവൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ അവസാനം നോക്കുന്ന അടയാളാണത്. അതുകൊണ്ടാണ് ഞാൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞത്. ചില സംഗതികൾ വലിയ ഉപകാരമാണ്. ഏതുപോലെ ചില കക്ഷികൾ നിങ്ങൾക്ക് കാണാം, ഹജ്ജിന് പോയ ധാരാളം ആളുകളില്ലേ സദസ്സിൽ, ഹറമിലെ ഇമാമിങ്ങളൊക്കെ കൈവെക്കുന്നത് എങ്ങനെയാ? അല്ല, പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ നമ്മളൊക്കെ വെക്കും പോലെ. എന്നാൽ ഇവിടെ ചിലരെ നിങ്ങൾക്ക് കാണാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ച പോലെ. ഖതറ, ഡേഞ്ചർ, അപകടം, അപായം, തുടരുത് തുടരരുത് എന്ന നിലക്ക് ഒരു അപായ സൂചന. ഇത് വലിയ സന്തോഷമാണ്. കാരണം പിന്നെ നമ്മൾ തുടർന്നു പോകില്ലല്ലോ. നേരെ താത്തി വെച്ചാൽ നമ്മൾ തുടർന്നു പോകും. ഇതുപോലെ ചില ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങൾ തുടരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ചേലാകർമ്മം വിരോധിക്കണം എന്ന സ്ഥലത്ത് ഈ പലക പറിക്കുന്നവർ എത്തിച്ചേർന്നില്ലേ? ഈ കപ്പൽ നശിപ്പിക്കാൻ ഒരുങ്ങിയ ഈ പുത്തൻവാദികൾ, അവർ ഈ ദീനിനുണ്ടാക്കുന്ന നാശം ചെറുതാണോ സഹോദരന്മാരെ? അതുകൊണ്ട് വളരെ നിഷ്പക്ഷമായി എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ഈ വിഷയത്തെ സമീപിക്കണമെന്നും വളരെ ആഴത്തിൽ ചിന്തിക്കണമെന്നും മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇത്തരം കക്ഷികൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞങ്ങളും വിശ്വസിച്ചവരാണെന്ന് പറഞ്ഞു അതാ നീട്ടി പ്രസംഗിക്കുന്ന ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. അവര് റസൂലുള്ളാഹിനോട് തന്നെ വന്ന് വഅദ് പറയുന്നു. എന്താ പറയുന്നത്? ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. ഓ നബിയേ, കക്ഷികൾ മൂന്നെണ്ണമുണ്ട്. ഒന്ന് മുഅ്മിൻ, അത് വിശ്വാസിയാണ്. മറ്റൊന്ന് അതാ മുഅ്മിനല്ലാത്തവൻ, അവർക്ക് ചിലപ്പോൾ കാഫിർ എന്ന് പറയും, അവിശ്വാസി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതൊരു ചീത്ത വാക്കാണെന്ന് അമുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിശ്വാസി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ നിഷേധി എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് നബി പഠിപ്പിച്ചത് വിശ്വസിക്കാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു ചീത്ത വാക്കല്ല കാഫിർ എന്ന വാക്ക്. ഇരിക്കട്ടെ, അവിശ്വാസി എന്ന് പറയുന്ന രണ്ട്. മൂന്നാമത്തത് എന്താണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്? മുനാഫിഖ്. അതിന്റെ അർത്ഥം എന്താണ്? കപട വിശ്വാസി എന്ന് പറഞ്ഞാലോ, ഒരു ഭാഗത്ത് കാപട്യമാണ്, മറ്റൊരു ഭാഗത്ത് പ്രകടമായി വിശ്വാസമാണ്. അപ്പോ അവനെ പറ്റി അവിശ്വാസി എന്ന് പറയാൻ പറ്റുന്നില്ല, വിശ്വാസി എന്ന് പറയാനും പറ്റുന്നില്ല. പിന്നെ മുദബ്ദബീന ബൈന ദാലിക്, അപ്പുറവുമല്ല ഇപ്പുറവുമല്ലാതെ കളിക്കുന്ന ഒരു വിഭാഗം. ആ കക്ഷികളെ സംബന്ധിച്ചാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ് അവരെ സ്വഭാവം എന്താണ്? ഇദാ ജാഅകൽ മുനാഫിഖൂന, കപട വിശ്വാസികളോ മുഹമ്മദ് നബിയെ തങ്ങളുടെ അടുക്കൽ വന്നാൽ ഖാലു, അവര് പറയും. എന്താ പറയുന്നത്? നശ്ഹദു, ഞങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, ഇന്നക ലറസൂലുള്ളാഹ്, നിശ്ചയമായും താങ്കൾ അല്ലാഹു പറഞ്ഞയച്ച റസൂലാണ്. ഞങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ച് വിശ്വസിക്കുന്നു മുഹമ്മദേ എന്ന് പറയും. അല്ലാഹു പറയാണ് വല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം, ഇന്നക ലറസൂലുഹു, താങ്കൾ അല്ലാഹു പറഞ്ഞയച്ച ആള് തന്നെയാണ്. നിശ്ചയം അല്ലാഹുവിനതറിയാം.
പക്ഷേ വല്ലാഹു യശ്ഹദു, അല്ലാഹു തആല ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ആ കപട വിശ്വാസികൾ കള്ളം പറയുന്നവരാണ് നബിയേ. അവര് മുഹമ്മദ് നബി റസൂലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്നല്ലാതെ അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. അവര് കള്ളം പറയുന്നവരാണ് നബിയേ. അപ്പൊ കളവ് പറയുന്ന ഒരു കൂട്ടരുണ്ട്, ഞങ്ങളും വിശ്വസിച്ചവരാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇങ്ങനെ പറയുന്നൊരു കക്ഷികളുണ്ട്. അവരെ പറ്റി ഖുർആൻ പറയുകയാണ്, അവരെ പ്രസംഗത്തിനിടയിലും സംസാരത്തിനിടയിലും അവരാണയിട്ട് പറയും, ഞങ്ങൾ വിശ്വസിച്ചവരാണ്. ഇത്തഖദൂ ഐമാനഹും ജുന്ന, അവര് സത്യത്തെ ഒരു പരിചയാക്കി വെച്ചു. സത്യം ചെയ്തിട്ട് അവര് പറയും ഞങ്ങൾ വിശ്വസിച്ചവരാണ്. ഫസദ്ദൂ അൻ സബീലില്ലാഹ്, അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന വഴിയിൽ നിന്ന് ആ സത്യം ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചവർ ആ വഴിയിൽ നിന്ന് ജനങ്ങളെ തടയുകയാണ്. ഇന്നഹും സഅ മാ കാനൂ യഅമലൂൻ, അവരെ പ്രവർത്തനം വളരെ ചീത്തയാണ് നബിയേ. കാരണം എന്താണ്? ദാലിക ബി അന്നഹും ആമനൂ സുമ്മ കഫറൂ, കാരണം അവരാദ്യം വിശ്വസിച്ച കക്ഷികളിൽ പെട്ടവരായിരുന്നു. സുമ്മ കഫറൂ, പിന്നെ വിശ്വാസം വിട്ട് രാജിവെച്ച് പോയതാണ്. ആദ്യം വിശ്വസിച്ച കക്ഷികളിൽ പെട്ടവരാണ്, പിന്നീട് അവർ രാജിവെച്ച് മറുകണ്ഠം ചാടിയവരാണ്. അതാണ് ഖുർആൻ പ്രത്യേകം പറയുന്നു, അവര് വിശ്വസിച്ചു, സുമ്മ കഫറൂ, പിന്നീട് അവർ അവിശ്വസിച്ചു. ഫതുബിഅ അലാ ഖുലൂബിഹിം, അങ്ങനെ അവരെ ഹൃദയങ്ങൾക്ക് സീലി വെക്കപ്പെട്ടു പോയി. ഫഹും ലാ യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കുകയില്ല നബിയേ. എത്ര പ്രസംഗിച്ചാലും എന്ത് പറഞ്ഞു കൊടുത്താലും അവർ ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കൂല നബിയേ. എന്നാൽ അവരെ കണ്ടാലോ, കണ്ടാപോലും ചുറുക്കൊന്നും കുറവില്ല. ഖുർആൻ പറയാണ്, ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, കണ്ടാൽ എന്തൊരു ചന്തമുള്ള താടി, കണ്ടാൽ എന്തൊരു ചന്തമുള്ള കോലം, എന്തൊരു ഭംഗിയുള്ള സൗണ്ട്, അതിനൊന്നും കുറവില്ല കേട്ടോ. കണ്ടാൽ നല്ല ചന്തമുള്ളവര് തന്നെ. വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവര് പ്രസംഗിച്ചാലോ നീ അങ്ങ് കേട്ടിരുന്നു പോകും, പ്രസംഗിച്ചാൽ കേട്ടങ്ങിരുന്നു പോകും. ആ രൂപത്തിൽ അവർ പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ കഅന്നഹും ഖുസുബും മുസന്നദാ, വെറും കുന്തങ്ങൾ പോലെ, അല്ലെങ്കിൽ മരക്കഷ്ണം പോലെ, ഉള്ളിലൊന്നും വിശ്വാസമില്ലാതെ ഇങ്ങനെ നാവ് കൊണ്ട് എന്തൊക്കെയോ പറയും. യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ശബ്ദം വരികയാണോ അവർക്ക് പേടിയാണ്, നമ്മക്കെതിരായിരിക്കും, അതുകൊണ്ട് ഉടനെ മറുപടി പറയണം എന്ന ചിന്തയാണ്. യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, ഏത് ശബ്ദവും അവർക്കെതിരാണെന്ന് അവർ ചിന്തിക്കുന്നു. ഹുമുൽ അദു, അവരാണ് ശത്രുക്കൾ നബിയേ. ഫഹ്ദർഹും, അവരെ കാത്തു സൂക്ഷിച്ചോളണം. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ അവരെ ദൂരീകരിക്കുമെന്നത് സൂചിപ്പിച്ചിട്ട് അല്ലാഹു പറയുന്നു, അന്നാ യുഫകൂൻ, ഈ കപട വിശ്വാസികൾ എങ്ങനെ സത്യത്തിൽ നിന്ന് തിരിക്കപ്പെട്ടു പോകുന്നു. ഇത് പറഞ്ഞ ഉടനെ അവരുടെ ഒരു പ്രധാന ലക്ഷണം ഖുർആൻ പറയുന്നു, വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അവരെ വേർതിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം എന്താണ്? ഖുർആൻ പറയുന്നു, അവരോട് പറയപ്പെട്ടാൽ തആലൂ വരിൻ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റ് അല്ലാഹു പുറത്തു തരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ശരിക്ക് മനസ്സിലാക്കണം ഈ കക്ഷികളെ ലക്ഷണം. അല്ലാഹു പറയുന്നത്, നിങ്ങളെ ദോഷം പുറത്തു തരാൻ മുഹമ്മദ് നബി റെക്കമെൻഡ് ചെയ്യും, മുഹമ്മദ് നബി ശുപാർശ ചെയ്യും.
അതിന് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയാൻ വരണം. നബിയോട് നിങ്ങൾ സങ്കടം ബോധിപ്പിക്കണം. നബിയെ, ഞാൻ തെറ്റ് ചെയ്തു പോയി, തങ്ങളൊന്ന് എനിക്ക് വേണ്ടി പടച്ചവരോട് പറയണമെന്ന് നിങ്ങൾ നബിയോട് സങ്കടം പറയാൻ വരണം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചാൽ അവരെ സ്വഭാവം എന്താണ്? ലവ്വൗറൂസഹും, അവര് തലയങ്ങ് തിരിച്ചു കളയും. അങ്ങനെ നബിയോട് പറയാൻ നമ്മളില്ല. നമ്മൾ ഡയറക്റ്റ് അല്ലാഹുവോട് പറയൽ മാത്രമാണ്, നബിയോട് പറയാൻ നമ്മളില്ല. നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. ഇർതകബ്തു അലൽ ഖതാബ് വൈറാഹസിരിൻ വഅദദ് ലകസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي. നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, അങ്ങയോട് സങ്കടം പറയുന്നു. തങ്ങൾ എനിക്ക് വേണ്ടി പടച്ചവനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് അർത്ഥം വരുന്ന നിലക്ക് ഇർതകബ്തു ചൊല്ലാൻ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ കാണാം നിങ്ങൾക്ക് ലവ്വൗറൂസഹും, അവര് തലയങ്ങ് തിരിച്ചു കളയും. അതിന് നമ്മളെ കിട്ടൂല. വറഅയ്തഹും യസുദ്ദൂന, അവര് പിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. വഹും മുസ്തക്ബിറൂൻ, അവരഹങ്കാരികളാണ്. നബിയേ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലാഹുവോട് നമ്മൾ പറഞ്ഞോളും. അതിന് നബിന്റെ മധ്യസ്ഥം വേണ്ട, മധ്യവർത്തി വേണ്ട, നബിയോട് പറഞ്ഞിട്ട് വേണ്ട എന്ന് വാദിക്കുന്നവരാണ് കക്ഷികളെന്ന് ഖുർആൻ പറയുന്നു. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നിങ്ങൾക്കറിയില്ലേ? ഒരു മൗലവി ഉണ്ടായിരുന്നു, അബ്ദുള്ള മൗലവി, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു മൗലവി. ആ മൗലവി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളാണ്. പക്ഷേ മനസ്സിൽ വിശ്വസിച്ചിട്ടില്ല. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ പലതും പറഞ്ഞ് വേദനിപ്പിക്കുകയും പലപ്പോഴും റസൂലുള്ളാഹിന്റെ ഭാര്യനെ കുറിച്ച് വരെ വ്യഭിചാരാരോപണം വരെ പറയുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായ സഹാബികൾ പോയി പറഞ്ഞു, അബ്ദുല്ലാ, നിനക്കൊന്ന് നന്നാകണ്ടേ, നിനക്ക് പടച്ചവൻ പുറത്തു തരണ്ടേ, നീ അതുകൊണ്ട് തന്നെ നിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യാൻ നീ നബിയെ സമീപിക്കാൻ വരിക. ഇദ്ഹബ് ഇലാ റസൂലില്ലാഹി യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി, നീ മുഹമ്മദ് നബിയുടെ സമീപത്ത് എന്ന് നബിയോടൊന്ന് സങ്കടം പറയൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാന്റെ മറുപടി എന്തായിരുന്നു? അബ്ദുല്ലാന്റെ മറുപടി, അമർത്തുമൂനി അന്നൂമിന ഫആമൻതു, നിങ്ങൾ എന്നോട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അമർത്തുമൂനി അന്നൂതിയ സകാത മാലി ഫഅതൈതു, സകാത്ത് കൊടുക്കണോന്ന് പറഞ്ഞു, അത് ഞാനും കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് എന്താണ്? ഫമാ ബഖിയ ഇല്ലാ അൻ നസ്ജുദ ലി മുഹമ്മദ്, ഇനി മുഹമ്മദിന് ഞാനൊന്ന് തലകുനിക്കണം അല്ലേ, മുഹമ്മദിന് ഞാനൊന്ന് സുജൂദ് ചെയ്യണം അല്ലേ, അതിനെന്നെ കിട്ടൂല. സഹാബികൾ ഇവനോട് പറഞ്ഞിരുന്നു മുഹമ്മദ് നബിക്ക് സുജൂദ് ചെയ്യണമെന്ന്. ഒരിക്കലും സഹാബികൾ അത് പറയില്ല, കാരണം അവർ സുന്നത്തി ജമാഅത്തിന്റെ നേതാക്കളാണ്. സുന്നി നേതാക്കൾക്കറിയില്ലേ ഒരിക്കലും സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യരുത്. പിന്നെയോ പറഞ്ഞത് എന്താണ്? പറഞ്ഞത് നബിയോട് സങ്കടം പറയണമെന്നാണ്. സങ്കടം പറയൽ സുജൂദ് പോലെയാണെന്ന് ഇടമുട്ടത്ത് വെച്ച് മൗലവി പറഞ്ഞതുപോലെ ഈ കക്ഷികളും വാദിക്കുകയാണ്. നബിയോട് സങ്കടം പറയാൻ പറയുമ്പോ അത് സുജൂദാണ്, അതിനെന്നെ കിട്ടൂല എന്ന് അബ്ദുള്ള പറഞ്ഞപ്പോ അപ്പോഴിറങ്ങിയതാണ് ഈ ആയത്തെന്നും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഇമാം തബരിയുടെ തഫ്സീർ നോക്കൂ, അതുപോലെ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ നോക്കൂ. അങ്ങനെ പല തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ഈ ചരിത്രം അവിടെ കാണാം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സങ്കടം പറയാൻ തയ്യാറില്ലാത്തവരാണ് ഈ കക്ഷികളെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ കക്ഷികൾ ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോ വാദങ്ങൾ ഉന്നയിക്കും. അവര് പലപ്പോഴും പല പരിപാടികളും നടത്തും.
അതിലൊന്നും മുസ്ലിം സമുദായം പെട്ടുപോകരുത്. ഈ കാര്യം ആമുഖമായി നിങ്ങളെ ഉണർത്തി. അതാ പ്രസംഗിക്കുന്ന ചില ആളുകൾ, അവര് പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് അങ്ങനെ വെറുതെ പറയാണ്, ഇത് വെറുതെ പറയാണ്, അത് വെറുതെ പറയാണ്, ഇത് വെറുതെ പറയാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വളരെ വിനയത്തോടെ പറയുകയാണ്, നിങ്ങൾ ഈ പാവപ്പെട്ട എന്റെ നാദാപുരത്ത് വെച്ച് ഞാൻ പ്രസംഗിച്ച 8 CD കേസറ്റുകൾ, അതുപോലെ ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി വീണ്ടും അവിടെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടൊന്ന് വന്നു. എന്തെന്നറിയില്ല, റൂഹൂതുന്ന കാലം കഴിഞ്ഞിട്ടാ വന്നത്. അതെ, ഞാൻ കഴിഞ്ഞ മെയ് മാസം 1 നാദാപുരത്ത് മൗലവിക്ക് മറുപടി പറഞ്ഞത്. ആ മറുപടി 4 ദിവസം ഞാൻ തുടരെ മറുപടി പറഞ്ഞു. അതിനു മുമ്പ് അവിടെ മറുപടി പറയാൻ എനിക്ക് അവസരം കിട്ടാഞ്ഞിട്ടാണ് ഞാനത് ആ CD തന്നെ നിങ്ങൾക്കത് കേൾക്കാം. കിട്ടിയ ഉടനെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണൽ കഴിയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആളുകളെ തലയിലൊന്നും കയറുകയില്ല. ഇരിക്കട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ മൗലവി ഒരു 3-4 മാസത്തേക്ക് നാദാപുരത്തേക്കില്ല. എന്റെ CD ലോകമൊട്ടാകെ എത്തി 8 CD. അതിൽ ഞാൻ മൗലവിയെ ശരിക്കും എടുത്തിങ്ങനെ കാണിച്ചിട്ട് മൗലവിയുടെ പ്രസംഗം ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. കേൾപ്പിച്ചിട്ട് ഓരോന്നും അയാൾ പറയുന്ന വൈരുദ്ധ്യങ്ങൾ, കളവുകൾ ഓരോന്നോരോന്ന് തൊണ്ടി സഹിതം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. മൗലവിനെ കാത്ത് ഞാനൊരു മാസത്തിന്റെ മേലെയായി ഇരിക്കുകയാണ്. റമദാൻ മുഴുവനും അയാൾക്ക് പഠിക്കാനും സമയമുണ്ട്, പ്രസംഗിക്കാനും സമയമുണ്ട്, പക്ഷേ വന്നില്ല. പെരുന്നാളിന്റെ അന്ന് നാദാപുരത്ത് ഞാൻ വീണ്ടും പ്രസംഗിച്ചു, മൗലവിനെ കാണുന്നില്ല. പിന്നെ കേൾക്കുന്നു മൗലവിന്റെ കരുനാഗപ്പള്ളി പൊങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ കരുനാഗപ്പള്ളി മൗലവി വന്നു എന്നപ്പോ കേട്ടപ്പോ മൗലവിനൊന്ന് കാണാൻ വിചാരിച്ചിട്ട് പോന്നതാ. അതുകൊണ്ട് ഞാൻ കരുനാഗപ്പള്ളിയിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളോട് പറയട്ടെ, അള്ളാഹു ഈ പ്രദേശങ്ങൾക്കൊക്കെയും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ തെക്കൻ ജില്ലകളിലുള്ളവരൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന നല്ല ജനങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വിവരം പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വരുന്ന വരവിൽ എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടി അടുത്തൊരു സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. കുളിച്ച് ഷർട്ടും മുണ്ടും മാറ്റി നിസ്കരിക്കുമ്പോഴേക്ക് എത്ര നൂലും വെള്ളവുമാണ് മന്ത്രിക്കാൻ വന്നത്. ഞാൻ മനസ്സിലാക്കി, ഈ ഭാഗം ഇത്രയും ഉറച്ച സുന്നികളാണല്ലോ. ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന നിങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടി ഞങ്ങളെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്കിലെടുത്ത് സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ. നിങ്ങളോട് ഈ സാധുക്കളായ ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട്. ഞങ്ങളെ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ വന്ന് ഞങ്ങളെ നാട്ടിലുള്ള പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഒരു കാറുമെടുത്ത് കാറിന്റെ മേലെ മൈക്കും കെട്ടിയിട്ട് നിങ്ങളെ നാട്ടിൽ നിന്നാണ് മർഹൂം പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയത്. മഹാനവറുകളുടെ പേരിൽ ഒരു ഫാത്തിഹ വഴിക്ക് വെച്ച് ഓതിയിട്ടാ ഞാൻ വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകന്മാര് വിളിച്ചപ്പോ ഉടനെ വരാനും കാരണം അതാണ്. അതുകൊണ്ട് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനാണ്. അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ച ദീനാണ്. ആ സഹാബത്ത് മുതൽ ഇന്ന് വരെ മുസ്ലിം പണ്ഡിതന്മാരെ തുടർന്നു കൊണ്ടുവരുന്ന ദീനാണ്. ആ ദീനിൽ എത്ര വലിയ പ്രഗൽഭന്മാരാണ് കഴിഞ്ഞുപോയത്. അതിലേറ്റവും വലിയ പ്രഗൽഭന്മാരിൽപ്പെട്ടവരല്ലേ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും. അവരിൽ പ്രഗൽഭന്മാരല്ലേ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹും തുടങ്ങിയ മുഹദ്ദിസുകൾ. അവരിൽ പ്രഗൽഭന്മാരല്ലേ അബുൽ ഹസൻ അൽ അശ്അരി, ഇമാം അബൂ മൻസൂർ അൽ മാതുരിദി, ഇമാം ഇബ്നു ഫൂറഖ്, ഇമാം ഷിറാസി, ഇമാം ഗസാലി, ഇമാം അൽ ഹറമൈനി, ഇമാം റാഫിഈ, ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, ഇമാം റംലി, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടങ്ങി എത്ര മഹാന്മാരാണ്. ആ മഹാന്മാരെല്ലാം പഠിപ്പിച്ച ഒരു ദീൻ, ആ ദീന് മാറ്റിമറിക്കാൻ വേണ്ടി ഒരു കൂട്ടര് പെട്ടെന്ന് രംഗത്ത് വന്നിട്ട്
അത് മാറ്റിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് പെട്ടെന്നങ്ങ് ഊതിക്കെടുത്തി കളയാവുന്ന ഒരു പ്രസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് വല്ലവരും കരുതിയോ? കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ വേരുറച്ചൊരു പ്രസ്ഥാനമാണ്. അത് ദീനാണ്. കേരള ജനത സുന്നത്ത് ജമാഅത്തിന്റെ പ്രഥമ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാർ സ്ഥാപിച്ച പള്ളികളിൽ ഇബാദത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അവരുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾ വിലപ്പോവുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഉണർത്തട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു ഒരു കാര്യം. ഇവിടെ മൗലവി പറഞ്ഞില്ലേ, മുഹമ്മദ് നബി തെറ്റ് ചെയ്യുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ അല്ലാഹു തആല സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പലതും വെറുതെ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൽ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തിട്ടുള്ള എല്ലാ സാധനത്തിന്റെയും ഒറിജിനുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി 1, 2, 3 ഒന്നല്ല, കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ. അതിൽ ആദ്യമായി തന്നെ ഉള്ളത് മുഹമ്മദ് നബി അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടില്ല. മുഹമ്മദ് നബി അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി സെൽസബീലിൽ എഴുതിയ ഉദ്ധരണിയുടെ ഫോട്ടോ കോപ്പി. സെൽസബീൽ പുസ്തകം 1 ലക്കം 3 പേജ് 33. അയാൾ എഴുതിയത് എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. പ്രവാചകന്മാർ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരൊറ്റ മനുഷ്യനും ഇല്ല. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ വീഴ്ച വരുത്തിയത് കുറ്റബോധപൂർവം സമ്മതിച്ച ആളായിരുന്നു എന്ന് എഴുതിയതിന്റെ ഫോട്ടോ കോപ്പി. പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ സമയം പോകും. അതിന്റെ ശേഷം അതിന് കുറെ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലിമ്യങ്ങൾ എടുത്ത് പറയാൻ തുടങ്ങിയപ്പോൾ തിരുത്തുന്ന് മഞ്ഞ് വേറൊന്നും എടുത്ത് അതിനേക്കാളും മോശാരാ പിന്നെ തിരുത്തിയിട്ട് പറഞ്ഞത്. അതും അതിന്റെ ഫോട്ടോ കോപ്പി. പിന്നെ 10, 30, 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ തീർത്തു കൊടുക്കുന്നത്. അതും കൊടുത്തത് അതിന്റെ അടുത്ത് മരിച്ചവരിൽ എന്താകുക എന്നുള്ളത് വേറെ വിഷയമാണ്. അതും കൊടുത്തത് തിരുമറി തന്നെ. പിന്നെ കൊടുത്തത് എന്താണ്? നമ്മളൊക്കെ സലാത്തിയല്ലുണ്ടല്ലോ, അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് ശേഷം മൗലവിന്റെ നാവ് കൊണ്ട് തന്നെ പറയിക്കുന്നുണ്ട്. മുഹമ്മദ് നബി ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പോലും മുജാഹിദീങ്ങൾ സലാത്തിയിൽ നിന്നത്. കാരണം ഇവരെ ദുആ കിട്ടിയിട്ടുണ്ട് നബി രക്ഷപ്പെടാൻ. ഭയങ്കര ദുആക്ക് ഉത്തരമുള്ള കക്ഷികളല്ലേ. അതിന്റെ ഫോട്ടോ കോപ്പി മുജാഹിദിന്റെ അൽമനാറിൽ പറഞ്ഞ ഫോട്ടോ കോപ്പിയാണ്. പിന്നെ അതിങ്ങനെ വന്നിട്ട് ഇതിൽ പലിശ വാങ്ങാൻ വേണ്ടി കോടതിയിൽ മൗലവിമാര് പോയത് മുതൽക്ക് നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാളല്ല എന്ന് കരുതലാണ് എന്നത് മുതൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കോണകം മുടുത്താൽ മതി എന്ന് പറയുന്നത് മുതൽ മുജാഹിദിന്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് കൂട്ടത്തില് പടച്ചവനെ സംബന്ധിച്ച് അള്ളാന്റെ മുഖോയിച്ചിട്ട് ബാക്കിയൊക്കെ അള്ള നശിച്ചു പോകുന്ന എഴുതിയത് വരെ അള്ളാഹ്ക്ക് മുഖണ്ട് എന്ന് ആദ്യം പറഞ്ഞ് പിന്നെ ആദോയിച്ച് ബാക്കിയൊക്കെ നശിച്ചും പോകുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങി അവരെഴുതിയ ഓരോ കാര്യങ്ങൾ. അവസാനം ഉമർ മൗലവി മരിച്ചപ്പോ അവര് ചൊല്ലിയ മാല, നമ്മൾ മാല ചൊല്ലിയ ശിർക്ക്, അവര് ചൊല്ലിയ തൗഹീദ്. മാല എങ്ങനെ കേട്ടോളി, അതൊന്നും ഞാൻ 2 വരി ബറക്കത്തിന് ചൊല്ല. ഉമർ മൗലവിന്റെ മാലല്ലേ. സ്വർഗത്തിലേക്കു കൂതിച്ച് ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ ഉമർ മൗലവിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുള്ള മാലയാ. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുതിക്കല. വീഡിയോ ക്യാമറയും കൊണ്ട് ആ മൗലവിമാര് പോയി നിന്ന് ഫോട്ടോ എടുത്തത്. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ
പിന്നെ പറയുന്നത് ഉമർ മൗലവി മരിച്ചതുകൊണ്ട് കേരള മക്കളെല്ലാം കരയാണ്. ഇന്ന് ചിലപ്പോൾ ആണ്ടായിരിക്കും, കാരണം കേരള പിറവിയാണല്ലോ. കേട്ടോളെ, കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമർ മൗലവിക്ക് ഒരു രണ്ടാമനില്ലാത്തതുകൊണ്ട് കേരള മക്കളൊക്കെ കരയാണ്. കാരണം ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ അയാളെ പോലെ കക്കാൻ ഒരു മൗലവിക്കും കഴിയൂല. അത് വേറുണ്ട്, ഇരിക്കട്ടെ. പിന്നെ പറയുന്നത് കേരളം ഉണ്ടാക്കിയ പടച്ചോൻ തന്നെ ഉമർ മൗലവിയാണ് എന്നാ. ഇതൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ മൗലവിമാർ അതിന് മറുപടി പറയൂല. പിന്നെ എന്താ ചെയ്യാന്നറിയോ? കാഞ്ഞിരമുറ്റത്തെ ഉറൂസിന് മുട്ടുന്നു പറഞ്ഞ് ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കും. അതിന് നമ്മൾ ഉത്തരവാദിയാ? കാഞ്ഞിരമുറ്റത്ത് ഞാനാ മുട്ടാൻ പോകുന്നത്? അങ്ങനെ ഏതൊക്കെ ജാഹിലി കമ്മിറ്റിക്കാര് എവിടെയെങ്കിലും തോന്നിവാസം ചെയ്യുന്നുണ്ടെങ്കിൽ ആലിമീങ്ങളാണോ ഉത്തരവാദി? സഹോദരന്മാരെ, മഹാന്മാരെ മഖബറയിൽ അദബും ഗുരുത്വവുമില്ലാതെ തോന്നിവാസം ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. ഈ ചോദിച്ചതിന്റെ മറുപടി പറയൂല മൗലവിമാര്. മൗലവിമാര് പറയുന്നു ഉമർ മൗലവിയെ സംബന്ധിച്ച് മരിച്ചതിന് ശേഷമുള്ള മാലയിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്നൊരു വിശ്വാസമുണ്ട്. മൗലവിമാര് പറയുന്ന അങ്ങനല്ല, ഉമർ മൗലവി ഉണ്ടാക്കിയതാണ്. ഇത് രണ്ടല്ലോ കേട്ടോളി. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. മരിച്ച മൗലവിനെ വിളിച്ച ഗുരോ ശൈഖേന്ന് അതിന്റെ മേന. ഗുരോന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത്? കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. ഇത് ഞാൻ ഉദ്ധരിച്ചിട്ട് നാദാവർത്തു ഇവിടെയും വന്ന മൗലവി പറഞ്ഞെന്താ അറിയോ? അത് പേരോടിനെ കൊണ്ട് ഞങ്ങൾ ചെല്ലിക്കാണ്. അത് മറുപടിയാ? അതിന് നിങ്ങളെ മാസികല നിങ്ങൾ കൊടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയുന്നത് ഉമർ മൗലവി സമതാണ്, നാ പരാശ്രയില്ല എന്നാ. കേട്ടോളി, പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചത് എത്രയോ. ഉമർ മൗലവിക്ക് പരാശ്രയില്ല, അള്ളാനെ പോലെ സമതാണ്. ഇത് പൈസ ഇല്ലാണ്ട് വിഷമിക്കലാണ്. അള്ള വിഷമിക്കലുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈ മാല ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ കാര്യങ്ങൾ ഫോട്ടോ കോപ്പി ഇനി ഞാൻ തീർത്തും പറഞ്ഞാൽ ഒരു ദിവസം ഇത് തന്നെ പറയാണ്ട്. അത് 10 രൂപ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങളെ മുന്നിലേക്ക് വിടുന്നു. സഹോദരന്മാരെ, ഞാൻ ചുരുക്കി എന്റെ വിഷയം തന്നെ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല എന്നതിന് നിങ്ങളെ കയ്യിൽ ഒരു രേഖ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കൊണ്ടുവന്നത്. ആവശ്യമുള്ളവര് ഓരോന്ന് വാങ്ങി സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു. ഒറിജിനൽ ആവശ്യം വരും മൗലവിമാരെയും കൂടി വിളിച്ചിട്ട് വേണ്ടി വന്നാൽ നമുക്ക് ഒന്നായിരുന്ന് ചർച്ച ചെയ്യാം. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്ന സ്ക്രീനാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്താണ്? മൗലവി ഇവിടെ വന്നിട്ട് പറയുന്നത് പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു, എന്നിട്ട് പടച്ചവന്റെ കനം കൊണ്ട് കസേര ചിലപ്പോ ഞെരിഞ്ഞിട്ട് കരകരാന്ന് പറയുന്നു എന്ന് മുജാഹിദിന് വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ ആരോപണം പറയുകയാണ്. അങ്ങനെ മുജാഹിദിന് വിശ്വാസമില്ല എന്നാണ് ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കണം. മലപ്പുറം ജില്ലയിലെ വാഴക്കാട്ട് വെച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവര് അള്ള കസേരയിൽ ഇരിക്കുന്നു എന്ന് പ്രസംഗിച്ചപ്പോ അള്ളാഹു അർശിൽ ഇരിക്കുകയാണ് എന്ന് പ്രസംഗിച്ചപ്പോ അള്ള സിംഹാസനത്തിന് മുകളിലാണെന്ന് പ്രസംഗിച്ചപ്പോ ഞാനും ഒരു സലഫി മൗലവിയും തമ്മിൽ ഏകദേശം 9 പ്രാവശ്യം ഗണ്ണന പ്രസംഗം തിരിച്ചും മറിച്ചും നടത്തി. അവസാനം മൗലവിയുടെ മുന്നിൽ ഞാൻ ഓരോ ദിവസവും ഇമാമിങ്ങളെ കിതാബുകൾ ഉദ്ധരിച്ചപ്പോ ഇമാം ഗസാലി, ഇമാമുൽ ഹറമൈനി, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം റാസി തുടങ്ങിയ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചപ്പോ മൗലവി പറഞ്ഞു, ഇമാം റാസിയൊക്കെ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞെങ്കിലും അവസാനം മുജാഹിദായിട്ടാ മരിച്ചത്.
ഇമാം റാസി എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അഖ്സാമുൽ ലദാത്ത് എന്നൊരു കിതാബുണ്ട് ഇമാം റാസിക്ക്. അതിൽ അയാൾ അത് പറയുന്നുണ്ട്. വാഴക്കാട്ടുള്ള ബഷീർ മാസ്റ്ററെ പോലുള്ള പ്രവർത്തകന്മാര് പോയി മൗലവിയുടെ വീട്ടിൽ പോയി ചോദിച്ചു അതൊന്ന് കാണിച്ചു തരുമോ? മൗലവി പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവര് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത് പറയാൻ കാരണം? അപ്പോ അബ്ദുറഹ്മാൻ സലഫി എന്ന മുജാഹിദിന്റെ നേതാവ് പറഞ്ഞു അത് ഞാൻ ബയാനു തൽബീസിൽ ജഹ്മിയ എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യക്ക് ഒരു കിതാബുണ്ട് അതിൽ പറഞ്ഞതാണ്. ഉടനെ തന്നെ ഇവര് ചോദിച്ചു എന്നാ അതൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ഈ മൗലവി പറഞ്ഞു അതും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഡയറിയിൽ വേറൊരു മൗലവി പകർത്തി തന്നതാണ്. എന്നാൽ ഞാൻ ആ പുസ്തകം ഇവരുടെ ബയാനു തൽബീസിൽ ജഹ്മിയ ഞാൻ സംഘടിപ്പിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ആ സ്ക്രീനിൽ നിങ്ങൾ പേര് കാണുന്ന ബയാനു തൽബീസിൽ ജഹ്മിയ. മുജാഹിദ് ഏറ്റവും ആദരിക്കുന്നവരായി പരിചയപ്പെടുന്ന ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണെന്ന് അവർ പറയുന്നു. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. പടച്ചവന്റെ കനം കൊണ്ട് പടച്ചവനിരിക്കുന്ന കട്ടിൽ ഞെരിയുന്നു എന്ന് മുജാഹിദ് മൗലവിമാരെ, ഞങ്ങൾ നിങ്ങളെ പറ്റി ആരോപണം പറഞ്ഞതല്ല, നിങ്ങളെ ഗ്രന്ഥത്തിൽ പച്ചയായി ഞങ്ങൾ കാണുന്ന സംഗതിയാണ്. അതാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്, കേട്ടോളൂ. ഇന്ന കുർസിയഹു വസിയസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ കസേരക്ക് ആകാശഭൂമികളുടെ വിശാലതയാണ്. വഇന്നഹു ലയഖഉദു അലൈഹി, അച്ചടി പെശകില് അതിന് വിട്ടുപോയിട്ടുണ്ടാകാം. ലയഖിദു എന്തായിരുന്നാലും ആകാൻ വകുപ്പില്ലല്ലോ. ഇന്നഹു ലയഖഉദു അലൈഹി, പടച്ചവൻ അതിന്റെ മേലെ ഇരിക്കുകയാണ്. ഫമാ യഫ്ദുലു മിൻഹു ഇല്ലാ ഖദ്റു 40 അസാബിഅ, അവിടെ 4 വിരലിന്റെ സ്ഥലം മാത്രം ആ കസേരമേൽ ബാക്കിയാണ്. വമദ്ദ അസാബിഅഹുൽ അർബ, അങ്ങനെ 4 വിരൽ നീട്ടിക്കാണിച്ച്. വഇന്ന ലഹു അതീതൻ കഅതീതിർ റഹിലിൽ ജദീദി ഇദാ റകിബഹു മൻ യുസഖിലുഹു, ഒരു കട്ടിലിന്റെ മേലെ കട്ടിലിന് കനം തടിക്കുന്ന ഒരാൾ കയറിയിരുന്നാൽ കട്ടില് കരകരാന്ന് ഞെരിയുന്നത് പോലെ പടച്ചവൻ ഇരുന്നിട്ട് ആ കട്ടില് ഞെരിയുകയാണ് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ബയാനു തൽബീസിൽ ജഹ്മിയ 572 പേജിൽ അതാ പറയുന്നു. അതാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഇനി അതാ 573 പേജിൽ പറയുന്നു വലം യുൻകിറു മാ ഫീഹി മിൻ ഖൗലിഹി മിൻ സിഖലിൽ ജബ്ബാരി ഫൗഖഹുന, ജബ്ബാറായ പടച്ചവൻ അതിന്റെ മേലുണ്ടായിട്ട് ആ ഭാരം അതാ ആ ഭാരത്താൽ പ്രശ്നമുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനാരും നിഷേധിച്ചിട്ടില്ല എന്ന് ഇമാമിങ്ങളെ പേരിൽ ഒരു കള്ളവും വെച്ച് എഴുതുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അതുകൊണ്ട് ഞങ്ങൾ ആരോപണം പറയൽ ഞങ്ങളെ പതിവല്ല. ആരോപണം പറയുന്ന ഏർപ്പാട് മൗലവിമാരുടേതാണ്. തെളിവില്ലാതെ പറയലും കളവ് പറയലും ഞങ്ങളെ ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത് ഞാൻ തെളിവ് കാണിച്ചല്ലോ. ഇനി ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ ശ്രദ്ധിക്കണം. മൗലവി പറയുന്നു മുഹമ്മദ് നബി നിങ്ങളെപ്പോലൊരു മനുഷ്യനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞിട്ടില്ലേ? ഞാൻ നാദാപുരത്ത് വെച്ച് സ്ക്രീനിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നും അങ്ങനെ വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും അതാ മുജാഹിദ് ഇപ്പോൾ 2 പിളർന്ന മുജാഹിദ് സംയുക്തമായി നടത്തിയിരുന്ന ശബാബില് ആ കാലഘട്ടത്തിൽ അവര് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കാണാം. ശബാബിലെ വാചകങ്ങൾ നിങ്ങൾ നോക്കി വായിച്ചോളൂ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണിച്ചു തരുന്നു. നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണെന്നാണ് പ്രവാചകന്മാര് പഠിപ്പിച്ചതെന്നും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള മനുഷ്യനാണെന്ന് വിശ്വസിക്കാത്ത ഇസ്ലാം എന്ന് പുറത്താണെന്നും നിങ്ങളുടെ ശബാബിലതാ എഴുതി വെച്ചിരിക്കുന്നു. അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അതെന്റെ നാദാപുരത്തെ CD-യിൽ കയറ്റിയിട്ടുണ്ട്. അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചും കാണാവുന്നതാണ്. ഇനി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മറ്റ് അമ്പിയാക്കളെ പറ്റിയും അവര് ശവങ്ങളാണ് എന്നാണ് ജനങ്ങളോട് പ്രചരിപ്പിച്ചത്. ഞാൻ അൽമനാർ തന്നെ ഒന്ന് നോക്കി വായിക്കട്ടെ. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ, ശരിക്കും മനസ്സിലാക്കണം,
നമ്മൾ തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്ന അമ്പിയാക്കളെ സംബന്ധിച്ച് പറയാണ്, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? അള്ളാഹു പറയുന്നത് കാണുക എന്ന് പറഞ്ഞൊരായത്ത് കൊടുത്തിട്ട് അവസാനം പറയാണ്, ഖബറുകളിൽ ജീർണിച്ച പുണ്യാളന്മാർ എന്ന് പരിചയപ്പെടുത്തിയിട്ട് അവസാനം പറയാണ്, നബി തിരുമേനിയുടെ റൗള ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പോ ഖബറുകളിൽ ജീർണിച്ച പുണ്യാളന്മാരെ സമീപിക്കുന്നവരിൽ നബിയുടെ ഖബറിങ്കൽ പോകുന്നവരും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയും ഖബറിൽ ജീർണിച്ച് നശിച്ചു എന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1985 സെപ്റ്റംബർ മാസത്തെ അൽമനാറിൽ പറയുന്നു. ഇതിന് മറുപടി പറയാൻ കഴിയാത്ത മൗലവി നാദാപുരത്തു നിന്ന് ഞാൻ അമ്പിയാക്കളെ ശരീരം ജീർണിക്കുകയില്ല എന്നതിന് കൊട്ടക്കണക്കിന് തെളിവ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മൗലവിമാരെ തന്നെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും എടുത്തുദ്ധരിച്ചപ്പോ ഈ വരവ് വന്നപ്പോ മൗലവി പറയാണ്, അമ്പിയാക്കളെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിന്റെ പോലും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തന്നിരിക്കുന്നു, അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. ഇനി സഹോദരന്മാരെ, ഇവരെ തന്ത്രം എന്താണെന്നറിയോ? എല്ലാ സ്ഥലത്തും കളവ്, എല്ലാ സ്ഥലത്തും കുതന്ത്രത്തിന്റെ ഒരു മോഡലാണ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി കാണിക്കുന്നത്. എല്ലാവർക്കും ഇപ്പൊ നാദാപുരത്തെ സീഡി കേൾക്കാൻ കഴിയൂലല്ലോ. അവർക്ക് വേണ്ടി എന്തേ മൗലവിമാര് രണ്ടായി പിരിഞ്ഞപ്പോ, മുജാഹിദ് രണ്ടായി ഭിന്നിച്ചപ്പോ അവർ തമ്മിലൊരു വാദപ്രതിവാദം നടന്നു. കൊമ്പ് കോർക്കൽ ഇവിടെ മഞ്ചേരിയിൽ. അതിന്റെ സി ഡി കേസറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് 4 സ്വകാര്യത്തിൽ കയ്യിലാക്കിയതാ. ആ സി ഡിയിൽ നിന്നുള്ളൊരു ഭാഗമാ കേൾപ്പിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഒരു മൗലവി മറ്റുള്ള മൗലവിമാരോട് പറയുന്നു, കാന്തപുരത്തിനെതിരെ മർക്കസിനെതിരെ ആരും കാണാതെ കള്ള പോസ്റ്റർ ഒട്ടിച്ച് നമ്മളല്ലേ, അത് നിങ്ങൾ മൗലവിമാര് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഒട്ടിച്ചത്. എന്നിട്ട് രാത്രി ഒട്ടിച്ചിട്ട് പകല് ഉറക്കമൊഴിച്ചിട്ട് രാവിലെ ഇങ്ങനെ നിന്നിട്ട് ഇതാരാ ഒട്ടിച്ചത് എന്ന് മറ്റുള്ളവരെ മുന്നിൽ പറയണോന്ന് നിങ്ങളല്ലേ നമ്മളോട് പറഞ്ഞത്. നമ്മളെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ പറയിച്ചില്ലേ. എന്നിട്ട് അടീക്കോടുന്ന് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് AP സുന്നികളും പോലീസുകാരും നമ്മളെ പൊതിരെ തല്ലിയിട്ട് തല്ലും കിട്ടിയില്ലേ എന്നൊക്കെ മൗലവിമാര് തമ്മി പറയുന്നതാ ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നു. കുതന്ത്രങ്ങളല്ലാതെ ഒരു പരിപാടി മൗലവിമാർക്കില്ല. അത് വെക്കട്ടെ. പിന്നെ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ഏപിയുടെ നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരവുമായിരുന്നു. വ്യാജ പോസ്റ്റ് ഒട്ടിച്ചു വളണ്ടിയർ കോണിന്റെ പേരിൽ. കാരന്തൂർ മർക്കസിന്റെയും സുന്നി ടൈഗർ ഫോഴ്സിന്റെയും ഇഹ്സാനിയുടെയും ഷെയ്ഖുനയുടെയും ഭീകരതയുടെ മുഖം വിച്ചിച്ചിന്തിയ പോലീസ് അഭിവാദ്യങ്ങൾ, ചേതനൂർ കൊലപാതകം, സൂത്രധാരൻ കാന്തപുരം മുസ്ലിയാരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസന്വേഷണം വഴി തിരിച്ചുവിടാൻ ഉടനടിയിൽ അന്വേഷിക്കുക, 8 കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർ മർക്കസ് റെയ്ഡ് വിശദാംശങ്ങൾ പുറത്തുവിടുക, അണികളെ പരിരക്ഷ രക്ഷപ്പെടാൻ തന്ത്രം വരെയുന്ന ഷെയ്ഖുനെ തിരിച്ചറിയുക, രാജ്യത്ത് സംഘർഷവും വിഭാഗീയതയും നടത്തുന്നതിനെതിരെ അധികൃതരും സമൂഹവും ഉണരുക. പൗരാവകാശ വേദി കോഴിക്കോട് ഈ പോസ്റ്റർ നാടുകളിൽ ഒട്ടിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടന്നുറങ്ങാനും പാടില്ല. പകൽ തന്നെ നോക്കി നിന്നിട്ട് ആരാടാ ഈ പോസ്റ്റർ, ഏതാടാ ഇവിടെ പൗരാവകാശ വേദി, ഇതാരാടാ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടു കൂടി ഞങ്ങൾ തന്നെ വായിപ്പോയി വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിംകളുടെ കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഏതാനും പ്രവർത്തകർ ഈ ക്യാമ്പസിൽ വരികയും എവിടെയാണ് എന്ന് 2 വ്യക്തികളെ IS വാളണ്ടിയർ കൊണ്ട് 2 നേതാക്കൾ
അന്വേഷിക്കുകയും ചെയ്തു. അവരെ മുകളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. ആരാണ് ഈ പോസ്റ്റർ ചുറ്റിയെന്ന് ചോദിച്ചു. ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള പോസ്റ്ററുകൾ കണ്ടത് മുഴുവൻ ചീന്തിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ധർണ സംഘടിപ്പിച്ചു. മലപ്പുറത്ത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളണ്ടിയർ പോലും ഉപയോഗിച്ച് അമുസ്ലിങ്ങളെ പോലും കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി മലപ്പുറത്ത് ധർണ സംഘടിപ്പിച്ചു. ചേകനൂർ കുട്ടികളെ ഇവിടെ അറസ്റ്റ് ചെയ്യുക, ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കുക, മതപ്രബോധന സ്വാതന്ത്ര്യം നിലനിർത്തുക, പൗരാകാശ സമ്മേളനം എടപ്പാൾ, മലപ്പുറം, കോഴിക്കോട്, പ്രകടനം, ധർണ, പൊതുസമ്മേളനം, പൗരാകാശ സംരക്ഷണ വേദി കോഴിക്കോട്. ഈ പോസ്റ്ററുകളുടെയും പരിപാടികളുടെയും പേരിൽ എത്ര തല്ലി കിട്ടി. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മുജാഹിദ് പ്രവർത്തകരെ കാന്തപുരം സുന്നികളും പോലീസും പൊതിരെ തല്ലി ഉണ്ടായിട്ടില്ലേ? ഇരുട്ടിന്റെ മറവിൽ കാന്തപുരം ഉസ്താദിനെയും മർക്കസിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച കക്ഷികൾ പരസ്പരം തെറ്റിയിട്ട് പോസ്റ്ററും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നതാ കണ്ടത്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്ത് കേട്ടോ. എന്നിട്ട് മൗലവി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു, ഞങ്ങള് ഭിന്നിപ്പുണ്ടാക്കൂല, ഞങ്ങൾ വളരെ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇസ്ലാം ഒരു ഭിന്നിപ്പിന്റെ പ്രസ്ഥാനമാണെന്ന് വന്നാൽ ഈ ഇസ്ലാമിലേക്ക് പിന്നെ ആരെങ്കിലും കടന്നു വരുമോ? ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനല്ലേ കാരണമാവുക? ഇതിനല്ലേ ഇവർ ഈ കെട്ടും കെട്ടി ഇറങ്ങിയിട്ടുള്ളത്? ഇസ്ലാം ഒരു ഭിന്നിപ്പിന്റെ പ്രസ്ഥാനമാണെന്ന് വരാൻ അതിന് ഇന്നത് പറയാമെന്ന് മൗലവിമാർക്കില്ല. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ കേൾക്കേണ്ടത്, അയാൾ പറയുന്നു മുഅ്മിനീങ്ങൾ ചീത്ത പറയൂല, അതാണ് ആദ്യം കേൾപ്പിക്കുന്നത്. കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല. അതിന് മുഅ്മിനിന്റെ നാവ് പറ്റൂല. അത് നിങ്ങൾ കേട്ടില്ലേ? ഇനി നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹം കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്ന ഇബ്ലീസാണ്. പിന്നെ അയാൾ പറയുന്നത് സമസ്തയിൽ മെമ്പറാണോ മാനസിക രോഗികളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അഹ്മദ് കോയ സാലിയാത്തി നവറല്ലാഹു മർഖദ, സദഖത്തുൽ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, കണ്യത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദ, ഈകെ ഉസ്താദ് നവറല്ലാഹു മർഖദ. അതേ, അങ്ങനെ തുടങ്ങി എത്ര ആലിമീങ്ങൾ. അതേ, അതിനുശേഷം ഇപ്പോഴും താജുൽ ഉലമാ ഉള്ളാൾ തങ്ങൾ തുടങ്ങിയുള്ള തവ്വലല്ലാഹു അംറഹുമാ സിഹത്തി വല്ലാഫിയ, എത്ര ആലിമീങ്ങൾ, അവരെല്ലാം മാനസിക രോഗികളാണ്. മൗലവിയുടെ നാവുന്ന് നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കേൾപ്പിക്കുന്നു. കേട്ടോളൂ. ചീത്ത പറഞ്ഞ മൂമിനല്ല എന്നല്ലേ അയാൾ പറഞ്ഞത്. അയാൾ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. കേട്ടോളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ. ഇനി ഇയാള് പറയുന്നു ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല, ഞങ്ങളാണ് ഇവിടെ ആദ്യം വലിയ സംഘടന ഉണ്ടാക്കിയത്, കേരള ജമിയത്തുൽ ഉലമ. അതിപ്പോഴും അങ്ങനെ തുടരുകയാണ്. മറ്റുള്ള സംഘടന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, സംസ്ഥാന ജമിയത്തുൽ ഉലമ, സംസ്ഥാന ജമിയത്തുൽ ഉലമ, ഇങ്ങനെ ഇവര് പലതുമായി പിരിഞ്ഞതാണ്. ഞങ്ങളെ കേരള ജമിയത്തുൽ ഉലമ ഇപ്പോഴും അങ്ങനെ തന്നെ പോറലേൽക്കാതെ നിൽക്കുകയാണ്. ആദ്യമായി ഉണ്ടാക്കിയ സംഘടന ഞങ്ങളതാണെന്ന് ഈ നാട്ടിൽ വന്നിട്ട് അതാ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെ മുഴുവനും അധിക്ഷേപിക്കാൻ മൗലവി സംസാരിച്ചില്ലേ? എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഓരോ മുസ്ലിമും സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംഘടനാപരമായ സങ്കുചിതത്വങ്ങളൊന്നുമില്ലാതെ ഇവിടെ നിങ്ങൾ യോജിച്ചതുപോലെ എപ്പോഴും യോജിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്ക്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മൊയ്ദ് മൗലവി. ഇത് മൊയ്ദ് മൗലവിയുടെ പുസ്തകമാണ്. എന്റെ കൂട്ടുകാരൻ ഈ മൊയ്ദ് മൗലവി, കരന്റ് ബുക്സ്, തൃശ്ശൂര്, വില 3 റുപ്യ 50 പൈസ. പുസ്തകത്തിൽ എന്താ പറയുന്നത് കേട്ടോളൂ. അങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിം ഐക്യസംഘം ഉടലെടുത്തത്. ആരംഭത്തിൽ അതിന്റെ ഉദ്ദേശവും പരിധിയും
വളരെ പരിമിതമായിരുന്നുവെങ്കിലും താമസം വിന അതൊരു അഖില കേരള മുസ്ലിം സംഘടനയായി രൂപാന്തരപ്പെട്ടു. രാഷ്ട്രീയമായ യാതൊരു പരിപാടിയും അതിനുണ്ടായിരുന്നില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കപ്പെട്ടു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തീരെ നിഷ്കാസനം ചെയ്യാനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുമാണെന്ന പാവനമായ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് വെളിക്കു വന്നിട്ടുള്ള പ്രസ്തുത സംഘടന കാലാന്തരത്തിൽ നിരവധി വഴക്കിനും വയ്യാവേലക്കും ഹേതുവായി പരിണമിച്ചു.